ഗായ്സ് ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഒരു മേക്കപ്പ് സെറ്റാണ് എടുക്കുന്നത്. എടുത്തിട്ടുള്ളത് മേക്കപ്പ് സെറ്റ് ഞാൻ വിചാരിക്കട്ടോ ഗെറ്റ് റെഡി വിത്ത് മീക്കൊക്കെ നടന്നിട്ടില്ല. നമുക്ക് ഞാനൊന്ന് പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത് അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഇടേണ്ടത് കോമ്പാക്റ്റ് ആണ്. നമ്മൾ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കോമ്പാക്റ്റ് കുറച്ച് ഉണ്ടാക്കിത്തരാം. ഇപ്പോൾ കോമ്പാക്റ്റ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു കുട്ടി മേക്കപ്പ് സെറ്റാണ്. നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കണം. മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ മുടി കൊട്ടാം. അപ്പോൾ അതുകൊണ്ടാണ് മുടി നമുക്ക് കിട്ടാതിരുന്നത്. ഇതൊന്ന് സ്റ്റിലാക്കാം. അതാണ് അപ്പോൾ ഞാൻ മുഖത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്നത് എല്ലായിടത്തും കൂടി ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ലിബാം ഇട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ലിബാം ഞാൻ ഇട്ട് വെക്കുന്നത് നെയ്ത്തൊക്കെ ഉപയോഗിക്കുന്നത് നിവൻ്റെ ലിബാമാണ് ഉപയോഗിക്കാറുള്ളത്. നിവൻ്റെയാണ്. അപ്പം ലിബാം കഴിഞ്ഞിട്ടാണ് ചുണ്ട് ഡ്രൈ ആകുന്നതാണ് ഞാൻ ലിബാം ഇട്ട് വെക്കാറുള്ളത്. നമ്മൾ ലിഫ്റ്റിക്ക് ഇടുമ്പോൾ നമുക്ക് സുഖമാണല്ലോ. നമ്മൾ കോമ്പാക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കോമ്പാക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റിലോട്ട് നമുക്ക് നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ബ്ലഷാണ്. ബ്ലഷാണ് ഈ ഒരു ബ്രഷോടാണ് അപ്ലൈ ചെയ്യുന്നത്. രണ്ട് വിധം ബ്ലഷ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു പിങ്ക് ആണ് എടുക്കുന്നത്. പിങ്ക് ബ്ലഷ് എടുത്തിട്ട് ഞാൻ ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്നതൊക്കെയാണ് പറ്റുണ്ടാവില്ല നിങ്ങൾക്ക്. ഞാൻ ബ്ലഷ് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് നാല് സ്ഥലത്താണ് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് എടുക്കാം. ബ്ലഷ് ഇട്ട് കാണാൻ പറ്റുന്നത് ബ്രഷ് വാസ്ലൈൻ ഇടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ബ്ലഷ് ഏറിയാലും ഞാൻ ഇങ്ങനെ കാട്ടാറുള്ളത്. ബ്ലഷ് ഏറിയാതപ്പോൾ നമ്മൾ ബ്ലഷ് ഏറിയാനാണ് ഇങ്ങനെയാണ് കാട്ടുന്നത്. എനിക്ക് ഇനി പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ലേ? ബ്ലഷൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു തിളക്കം വേണ്ടിയുള്ള കളർ. അപ്പോൾ ഞാൻ തിളക്കം ചെയ്യാറുണ്ട്. രണ്ട് ഗിൽറ്ററാണുള്ളത്. ഇങ്ങനത്തെ രണ്ട് ഗിൽറ്ററാണുള്ളത്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഗിൽറ്ററാണ്. എനിക്ക് ഈ ഗിൽറ്ററാണ് ഇഷ്ടമുള്ളത്. ഞാൻ ഈ ഗിൽറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇത് വീഡിയോയിൽ കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഗിൽറ്റർ ഇട്ടിട്ട് ഒരു എണ്ണമായി കേട്ടോ. അന്ന് പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ തന്നെയൊക്കെയാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ എങ്ങൾക്കൊന്ന് കാട്ടി തരാമല്ലോ എന്ന് ഇട്ടിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ട് വരുന്നത്. ഞാൻ ഗിൽറ്റർ ഇട്ട് നിങ്ങൾക്ക് ഒന്ന് വിറ്റുണ്ടോ ഇല്ലല്ലേ? സാധനം ക്ഷമിക്കുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഒരു ഐഷാൾ കേട്ടോ. ഐഷാളാണ് ഞാൻ ഇട്ടെടുക്കാൻ പോകുന്നത്. ഐഷാൾ ഇടാൻ നമുക്ക് ഒരുപാട് ഐഷാളുണ്ട്. ഈ ഭാഗത്തുണ്ട്, പിന്നെ ഈ ഭാഗത്തുണ്ട്. ഞാൻ ഈ ഭാഗത്ത് തന്നെ എടുക്കണം. ഈ ഭാഗത്ത് നമുക്ക് ഇടാം. ഞാനൊരു ലൈറ്റ് പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഇതാക്കി പിന്നെ പറ്റും നിങ്ങൾക്ക് ഒരു ലൈറ്റാണ് നമുക്ക് ഞാൻ ഇട്ടിട്ട് ഐഷാൾ മൈക്കൂടി തീർക്കാൻ പറ്റും. അതൊക്കെ ഒന്ന് ശരിയാ കൊണ്ടാണ്. കണ്ണിൻ്റെ ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ പിങ്ക് കളർ ഇട്ടുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിണ്ടാവില്ല. പിങ്ക് കളർ നമ്മുടെ മുഖേൻ്റെ ഒരു കളർ പിങ്കിൻ്റെ പോലത്തെ ഒരു കണ്ണ് വെച്ചിട്ടുണ്ട്. മറ്റേ കണ്ണ് നമുക്കൊരു ഐഷാൾ ഇടാം. പക്ഷേ വേണമെങ്കിൽ എനിക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഈ ഒരുപാട് ഇതായി ഇങ്ങനെ അതായത് ആവശ്യം അങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് നമ്മൾ ഐഷാൾ കുറച്ചൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഫില്ലാക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഫില്ലാക്കുകയാണ് ഞാൻ. നമ്മൾ ഐഷാൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൂടെ ഇട്ടിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നിയാണ് ക്യാമറ എനിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യുന്നതിന് ഐഷാൾ തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐഷാൾ തൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക്ക് ഞാനൊന്ന് ഇരിക്കേണ്ട കേട്ടോ. ഞാൻ ഫസ്റ്റ് ലിബാം കൊണ്ട് ലിഫ്റ്റിക്ക് കൂടി പിന്നെ ലിബാണ്. ഞാൻ ഈ ലിഫ്റ്റിക്ക് കൊണ്ട് പോയിട്ട് ഫസ്റ്റ് നമുക്ക് ലിബാം ഇട്ടെടുക്കാം. ആ ലിബാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലിഫ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. തോന്നുന്നു കറുത്തന്നെ കളർ ഈ ഷെയ്ഡാണ്. എന്താണ് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ലിഫ്റ്റിക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ലിഫ്റ്റിക്ക് ആ ഷേപ്പിൽ തന്നെ കിട്ടണേ. ലിഫ്റ്റിക്കൊക്കെ ആ ഷേപ്പിൽ കിട്ടണേ. ഒന്ന് ശരിയാക്കാനുണ്ട്. വിശ്വസിച്ചാണ് ശരിയാക്കുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് പുറത്ത് പോകുമ്പോൾ ചെയ്യാറ്. ഇഷ്ടമല്ല എങ്ങനെ ചെയ്യുന്നത്.
ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഐലൈനർ ഇടണം. ലിപ് ബാം ഇട്ടിട്ട് അപ്പോൾ ലിപ് ബാം എന്തിനാണ് ഇടുന്നത്? ലിപ്സ്റ്റിക്ക് പോവാതിരിക്കണം ലിപ് ബാമിന് ഒന്ന് ജസ്റ്റ് ലിപ് ബാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒന്നും ചെയ്യണ്ട. ഞാനിങ്ങനെ ഇങ്ങനെയാണ് ഒരു ഇനി എടുക്കുന്നത് ഒരു ലേക്കേമിൻ്റെ ഒരു ഐലൈനറാണ് എടുക്കുന്നത്. ഇത് എൻ്റെ അടുത്ത് നിന്ന് ചാടിയിട്ട് ഐലൈനറൊക്കെ പോയി അതിന് കുറച്ചുള്ളൂ. ലേക്കേമിൻ്റെ ആണ് എടുക്കുന്നത്. പിന്നെ ഞാനിട്ടാണ് ഐലൈനർ ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐലൈനർ എൻ്റെ ഇട്ട് കഴിഞ്ഞിട്ട് എടുക്കാം. ഐലൈനർ ഇട്ട് കാണിച്ചിട്ട് അടുത്ത് ഞാനിടുന്നത് എന്താ ഒരു ഇങ്ങനെ കൈ നിട്ടേണ്ടത് നമുക്ക് മുടി കിട്ടാം. മുടി കിട്ടാൻ ജസ്റ്റ് ഞാൻ എടുത്ത് വെക്കണം. മുടി കിട്ടാൻ ചെയ്യുന്നത് തണുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് സ്ലൈഡ് എടുക്കട്ടെ. മുടിയൊക്കെ ഒന്ന് കഴിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഹെയർ സ്റ്റൈലിലോട്ട് പോകാം. ഫസ്റ്റ് പിന്നെ നമുക്കൊന്ന് വാങ്ങണം. പിന്നെ പല സ്റ്റൈലും കിട്ടാറുള്ളതാണ്. ഞാനത് ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ ചുറ്റിട്ടാണ് പഫാക്കി കൊടുത്തിട്ട് ഒരു ക്രാബാണ് ഇടുന്നത്. ഒരു ചെറിയ ക്രാബ് ഇട്ടു. നൈറ്റ് തൻ്റെ പിന്നെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഫൈനൽ ലുക്ക് ചെയ്താണ്. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ കഴിഞ്ഞിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ലൈക്ക് എന്താ മക്കളെ ചെയ്യണേ. ഇന്നത്തെ വീഡിയോ. ബൈ.